ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 തൊഴിൽ വൈവിധ്യങ്ങൾ അല്ലേ. സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 ഡൈവേഴ്സ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് കീർത്തി ഗെറ്റ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ ടോഫി ഇസ് ആസ് എ റിവാർഡ്. പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ്? മിഠായി സമ്മാനമായി ലഭിച്ചു. ഹൗ ഡിഡ് തേജസ് പാരൻസ് അപ്രീസിയേറ്റ് ഹിം ഫോർ എ ഫോൾഡിംഗ് ക്ലോത്ത്? ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക്. വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത്? ഒരു കഥാപുസ്തകം സമ്മാനിച്ചു. വാട്ട് ഡു ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം ഗെറ്റ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു? ഇൻകം. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത്? വരുമാനം. ഓക്കെ, ഇനി hope you have observed the pictures of people involved in different activities. Which are the activities that each one is involved in? ട്രേഡ്, ടീച്ചിങ്, പ്ലേയിങ് ക്യാരം ബോർഡ്, ഹെൽത്ത് കെയർ, ഡ്രോയിങ്, പ്ലേയിങ് വോളിബോൾ. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? കച്ചവടം, അധ്യാപനം, ക്യാരം ബോർഡ് കളിക്കുന്നു, ആതുര സേവനം, ചിത്രരചന, വോളിബോൾ കളിക്കുന്നു. ഓക്കെ, വിച്ച് എമംഗ് ദീസ് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് ഇൻ ഫോം ഓഫ് മണി? ടീച്ചിങ്, ട്രേഡ്, ഹെൽത്ത് കെയർ. ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത്? കച്ചവടം, അധ്യാപനം, ആതുര സേവനം. ഓക്കെ, വിച്ച് ആക്ടിവിറ്റീസ് ആർ റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്? എന്താണ്? ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്? പ്ലേയിങ് ക്യാരം ബോർഡ്, ഡ്രോയിങ്, പ്ലേയിങ് വോളിബോൾ. ക്യാരം ബോർഡ് കളിക്കുന്നു, ചിത്രരചന, വോളിബോൾ കളിക്കുന്നു. ഓക്കെ, ഇനി വാട്ട് ഈസ് ഇൻകം? വരുമാനം എന്നാൽ എന്ത്? ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് എൻഗേജിങ് ഇൻ വേരിയസ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് പോയം the poet hint at the various types of employment we choose after studies. What are the jobs mentioned in this line? Agriculture, trade, teaching, military service. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത്? കൃഷി, കച്ചവടം, അധ്യാപനം, സൈനിക സേവനം. ആ വരികൾ നോക്കുക. ഓക്കെ, ഇനി വാട്ട് ഈസ് എംപ്ലോയ്മെൻറ്റ്? തൊഴിൽ എന്നാൽ എന്ത്? Employment is the work done by a person physically or intellectually for an income. Its reward is paid in the form of wages or salary. Employment is the main source of income for individual. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലമായി കൂലിയോ ശമ്പളമായോ ലഭിക്കുന്നു. എന്താണ്? വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. ഓക്കെ, ഇനി വാട്ട് ആർ സോഴ്സസ് ഓഫ് ഇൻകം? എന്താണ് വരുമാന സ്രോതസ് എന്നാൽ എന്താണ്? ലേബർ ഓർ പ്രോപ്പർട്ടി ദാറ്റ് ജനറേറ്റ് ഇൻകം ഈസ് കോൾഡ് സോഴ്സ് ഓഫ് ഇൻകം. എക്സാമ്പിൾ അഗ്രികൾച്ചർ, ബിസിനസ്, ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് അതർ അസറ്റ്സ്. വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുക്കളോ ആണ് വരുമാന സ്രോതസ്സുകൾ. ഉദാഹരണം കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റിംഗ് ദ വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം. അപ്പം വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ? എംപ്ലോയ്മെൻറ്റ്, അഗ്രികൾച്ചർ, ബിസിനസ്, എന്താണ് ബാങ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, അസറ്റ്സ്. ഓക്കെ, വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിക്കുന്ന ഡയഗ്രാം തൊഴിൽ, കൃഷി, ബിസിനസ്, ആസ്തികൾ, ബാങ്ക് നിക്ഷേപം. ഓക്കെ, ഇനി ഒബ്സർവ് ദ ലിസ്റ്റ് ഇൻകം ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ദി ബിലോ. എന്താണ് നോക്കാം. എന്താണ്? സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. വിവിധ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം അഗ്രികൾച്ചർ, ക്രോപ്പ്, എംപ്ലോയ്മെൻറ്റ്, വേജസ്, സാലറി, ബിസിനസ്, പ്രോഫിറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ്, അസറ്റ്, റെൻറ്റ്, ലീസ്, പിന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഷെയർ, ഡിവിഡൻ്റൊക്കെ കിട്ടും. പിന്നെ വരുമാന സ്രോതസ്സുകൾ വരുമാനം, കൃഷി, വിള, തൊഴിൽ, കൂലി, ശമ്പളം, ബിസിനസ് ലാഭം, ബാങ്ക് നിക്ഷേപം, പലിശ, ആസ്തികൾ, വാടക, പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾ, ലാഭവിഹിതം. ഓക്കെ, ഇനി വാട്ട് ഈസ് പേഴ്സണൽ ഇൻകം? ഇൻഡിവിജ്വൽ ഇൻകം. അപ്പം പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഫ്രം വേരിയസ് സോഴ്സ് ഓഫ് ദി ഇൻകം ഡ്യൂറിങ് എ പെർട്ടിക്കുലർ പീരിയഡ്. വ്യക്തിഗത വരുമാനം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഇനി വാട്ട് ഈസ് ഫാമിലി ഇൻകം?
കുടുംബ വരുമാനം എന്നാൽ എന്ത്? ഫാമിലി ഇൻകം ഈസ് ദ ഇൻകം റിസീവ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ സർട്ടൺ പീരീഡ്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഇനി ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ അബൌട്ട്. ടെക്സ്റ്റ് ബുക്ക് പേജ് 45-46 നോക്കാം. വാട്ട് എംപ്ലോയ്മെൻറ്റ് ആർ സി ഇൻ ദ പിക്ചർ. അപ്പോൾ എന്തൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ് നോക്കാം. ടീച്ചിങ്, ഹെൽത്ത് കെയർ, കാറ്റിൽ റിയറിങ്, ഡ്രൈവർ, അഗ്രികൾച്ചർ, ലോയർ. ഓക്കെ, മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. പാഠപുസ്തകം 45-46 പേജിൽ ഏതെല്ലാം തൊഴിലുകളാണ് ചിത്രത്തിൽ കാണുന്നത്? അധ്യാപനം, ആതുര സേവനം, കന്നുകാലി വളർത്തൽ, ഡ്രൈവർ, കൃഷി, അഭിഭാഷകൻ. ഇനി വാട്ട് ആർ ദ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്? എന്താണ് കാർഷിക തൊഴിലുകൾ? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ് such as the cultivation of a plant for a food and fiber production, animal husbandry and pisciculture, etc. എന്താണ്? അഗ്രികൾച്ചർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഇന്ത്യൻ ഇക്കോണമി. അപ്പോൾ എന്താണ് കാർഷിക തൊഴിൽ? എന്നാൽ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്. എന്താണ്? കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയ കാർഷിക തൊഴിലുകളാണ്. ഓക്കെ, ഇനി വാട്ട് ആർ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്? എന്താണ്? എന്താണ് കാർഷികേതര തൊഴിലുകൾ? ഓൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി considered as non-agricultural employment. Different types of service and employments related to industrial production are non-agricultural employment. Example, manufacturing of cloth, construction business, banking, teaching, transportation and work in the factory. കാർഷിക തൊഴിലുകൾ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളും കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. ഉദാഹരണം, വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ. ഓക്കെ, ഇനി complete the table given below by classifying the employment found in your surrounding into agricultural and non-agricultural. അപ്പോൾ അഗ്രികൾച്ചറിൽ എന്താ? കൾട്ടിവേഷൻ, അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്, നോൺ അഗ്രികൾച്ചറൽ എൻവിയോൺമെൻറ്റ്, കൾട്ടിവേഷൻ ഓഫ് റൈസ്, പിസിക്കൾച്ചർ, പിന്നെ ആനിമൽ ഹസ്ബൻഡറി, ഫ്ലോറികൾച്ചർ, പോൾട്രി, ഫാമിംഗ്. ഓക്കെ, ബിസിനസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ്, ടീച്ചിങ്, ബാങ്കിങ്, മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങളുടെ ചുറ്റുപാട് കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ കാർഷിക തൊഴിലുകൾ എന്താ? നെൽകൃഷി, മത്സ്യകൃഷി, മൃഗസംരക്ഷണം, പുഷ്പകൃഷി, അല്ലേ, കോഴി വളർത്തൽ, കച്ചവടം, നിർമ്മാണം, പിന്നെ അധ്യാപനം, ബാങ്കിങ്, വസ്ത്രനിർമ്മാണം. ഓക്കെ, ഇനി വാട്ട് ഈസ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്? എന്താണ് സ്വയം തൊഴിൽ? സെൽഫ് എംപ്ലോയ്മെൻറ്റ് മീൻസ് എ ഏർണിംഗ് ഓഫ് ലീവ്ലിഹുഡ് through independent economic activities without being under the control of any employer. Example, grocery shop, tailoring shops, bakeries, etc. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ഉദാഹരണം, പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാര കടകൾ എന്നിവ. ഇനി ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ടൈപ്സ് ഓഫ് ജോബ് ദേ റിലേറ്റഡ് ടു. ടെക്സ്റ്റ് ബുക്ക് പേജ് 48 നോക്കുക. എന്താണ്? ടൈലറിങ് എന്താണ്? സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. പേപ്പർ ബാഗ് മേക്കിംഗ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. എന്താണ്? ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. പിക്കിൾ മേക്കിംഗ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് എഴുതുക. തുന്നൽ സ്വയം തൊഴിലാണ്. പേപ്പർ ബാഗ് നിർമ്മാണം സ്വയം തൊഴിലാണ്. പിന്നെ എന്താ? ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് സ്വയം തൊഴിലാണ്. അച്ചാർ നിർമ്മാണം സ്വയം തൊഴിലാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസസ്. അപ്പോൾ നോക്കാം. ഇൻഡിവിജ്വൽ ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. Okay, self-employment person have their own enterprises and at the same time carry out all responsibilities of the employees. Okay, in self-employment initially individuals mostly manage their enterprises. Okay, initiatively
ഇൻഡിവിജ്വൽ മോസ്റ്റ് manage their enterprises alone. Self-employment enterprises are the sole beneficiaries of the income derived from it. എന്താണ് സ്വയം തൊഴിൽ സംരംഭങ്ങളുടെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായി തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു അല്ലേ. പിന്നെ എന്താ സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥവും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു. സ്വയം തൊഴിൽ വ്യക്തികൾക്ക് കൂടുതലും ഒറ്റയ്ക്കുമാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. ഓക്കെ, ഇനി നെയിം ദ സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്? നവജീവൻ പദ്ധതി, നവജീവൻ പ്രൊഡക്റ്റ് അല്ലേ, സീനിയർ സിറ്റിസൺ, പിന്നെന്താണ് അടുത്തത്? കൈവല്യ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ, എന്താണ് ഭിന്നശേഷിക്കാർക്കൊക്കെ ഉള്ളത്. പിന്നെ അടുത്തത് ശരണ്യ, വുമണിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ജീവനം, എന്താണ് ജീവനം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കുറ്റകൃത്യങ്ങൾക്ക് ഇരയായി മരണപ്പെടുന്ന അവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.